Hi dears, welcome to ACS online class. അപ്പോൾ നമ്മൾ പഠിച്ചതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 99. ടെക്സ്റ്റ് എടുത്തോ? റെഡി ആയല്ലോ? സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രീഡി കുണ്ടു. എന്താണ് ഇതൊരു കഥയാണ് കേട്ടോ. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മിസ് വായിക്കാം. കുണ്ടു ഇസ് എ ഗ്രീഡി മാൻ. കുണ്ടു എന്ന് പറയുന്നത് ഒരു ഭയങ്കര അത്യാർത്ഥി ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. Whenever he goes to market, he wants to get more and more, but doesn't want to spend much money. എപ്പോൾ കൊണ്ടും മാർക്കറ്റിൽ പോയാലും ഒരുപാട് സാധനങ്ങൾ വേണമെന്ന് ഭയങ്കര അത്യാർത്ഥിയുണ്ട്. പക്ഷെ പൈസ വളരെ പിശുക്കനായിട്ടാണ് പൈസ ഒന്നും വലുതായിട്ട് ചെലവാക്കത്തില്ല. പക്ഷെ ഒരുപാട് സാധനങ്ങൾ വേണം എന്നുള്ള ഒരു രീതിക്കാരനാണ്. One day he wants to eat pumpkin halwa. പംകിൻ കൊണ്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള ഒരു ഹൽവ അല്ലെ, ഒരു ഹൽവ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഗുണ്ടുവിന് ഒരു ദിവസം ഒരു ആഗ്രഹം വന്നു. He tries to buy a big pumpkin with only ₹10. 10 രൂപയ്ക്ക് ഒരു വലിയ പംകിൻ വാങ്ങിക്കണം എന്നാണ് നമ്മുടെ ഗുണ്ടുവിന്റെ ആഗ്രഹം. He asked the first pumpkin seller the price of a big pumpkin. അപ്പോൾ ആദ്യത്തെ പംകിൻ വിൽക്കുന്ന ആളോട് പോയി മാർക്കറ്റിൽ ചെന്നിട്ട് ആദ്യം പംകിൻ വിൽക്കുന്ന ആളോട് ചെന്നിട്ട് നമ്മുടെ കുണ്ട് ചോദിക്കുകയാണ്, വില ചോദിക്കുകയാണ്. ആ ഒരു പംകിന്റെ വില എത്രയാണ് എന്ന് ആദ്യത്തെ ആളോട് ചോദിക്കുകയാണ്. ഫസ്റ്റ് പംകിൻ സെല്ലർ, 1/4 of this pumpkin is for ₹10. അതായത് പംകിൻ എന്ന് പറയുന്ന ആ ഒരു മത്തങ്ങയ്ക്ക് അതിന്റെ 1/4 ഭാഗം 4 ഡിവൈഡ് ചെയ്തെങ്കിൽ അതിൽ ഒരു ഭാഗം 10 രൂപയ്ക്ക് കൊടുക്കാം എന്ന് പറയാണ്. ഫസ്റ്റ് പംകിൻ സെല്ലർ പറയുകയാണ്. അപ്പോ നമ്മുടെ കുണ്ട് പറയും, ദിസ് ഫുൾ പംകിൻ വിൽ കോസ്റ്റ് ₹. അങ്ങനെയെങ്കിൽ കുണ്ട് പറയുന്നതല്ല, ഈ ഫസ്റ്റ് പംകിൻ സെല്ലർ പറയുന്നത് പ്രകാരം 1/4% അല്ലെങ്കിൽ ക്വാർട്ടർ, 1/4നെ ഹാഫിന്റെ പകുതിയല്ല, ക്വാർട്ടർ എന്ന് പറയാം. അപ്പൊ ക്വാർട്ടർ പീസ് പംകിന് 10 രൂപയെങ്കിൽ ഈ 4 പീസ് പംകിന് ടോട്ടൽ അല്ലെങ്കിൽ ആ ഒരു പംകിൻ കംപ്ലീറ്റ് എത്ര രൂപയായിരിക്കാം? നമുക്കറിയാം ഈ ഒരു പീസിന് 10 രൂപയാണ്, ഈ ഒരു പീസിന് 10 രൂപയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പീസിന് 10 രൂപയാണ്, ഈ പീസിന് 10 രൂപയാണ് അല്ലെ. 1/4 അല്ലെ, 1/4 ഭാഗത്തിന് ഒരൊറ്റ 4 ഡിവൈഡ് ചെയ്തെങ്കിൽ ഒരു ഭാഗത്തിന് 10 രൂപയാണെങ്കിൽ ബാക്കി ആ ടോട്ടൽ പംകിന് എത്ര രൂപയായിരിക്കും അല്ലെ? 10 + 10 + 10 + 10 അല്ലെ, ₹40 അല്ലെ. ഒരു ഭാഗം 10, 20, 30, 40 അല്ലെ, 40 രൂപയാണ്. അല്ലെങ്കിൽ 10 × 4 = എന്താണ്? ₹40. 4 ഭാഗത്തിന് 10 രൂപ വെച്ച് ₹40. അവിടെ എഴുതിക്ക് എല്ലാവരും. അപ്പോൾ ഫസ്റ്റ് പംകിൻ സെല്ലറിന്റെ ആ ഒരു പംകിന്റെ വില, ഒരു ബിഗ് പംകിന്റെ വില 40 രൂപയാണ്. കുണ്ട് പറയുകയാണ്, for ₹10 you should give me half of this pumpkin. 10 രൂപയ്ക്ക് എനിക്ക് ഇതിന്റെ പകുതി ഭാഗം, അതായത് 1/4 പാർട്ടിന് 10 രൂപയല്ലേ, ഈ ഒരു പകുതി 2 ഭാഗം, അതായത് ഈ ഭാഗവും ഈ ഭാഗവും എനിക്കൊരു 10 രൂപയ്ക്ക് പംകിൻ, ഈ വലിയ ബിഗ് പംകിന്റെ പകുതി ഭാഗം എനിക്കൊരു 10 രൂപയ്ക്ക് തരുമോ എന്ന് കുണ്ട് ചോദിക്കുകയാണേ. ഫസ്റ്റ് പംകിൻ സെല്ലർ പറയും, then you go to the next seller. He can give you half of such a big pumpkin for ₹10. I keep only good quality pumpkins. എന്നാൽ നീ എൻ്റെ അടുത്തുനിന്ന് പോയിക്കോ, നീ അടുത്ത പംകിൻ വിൽക്കുന്ന ആളുടെ അടുത്തോട്ട് പോയിക്കോ. അയാൾക്ക് നിനക്ക് പകുതി പംകിൻ 10 രൂപയ്ക്ക് തരാൻ സാധിക്കും. എൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പംകിനാണ്. അപ്പൊ അതിന്റെ 1/4 ക്വാർട്ടർ ഭാഗത്തിന് 10 രൂപയാവും. അപ്പൊ നീ അടുത്ത പംകിൻ വിൽക്കുന്ന ആളുടെ അടുത്തോട്ട് പോക്കോ എന്ന് ഫസ്റ്റ് പംകിൻ സെല്ലർ ഗുണ്ടുവിനെ പറഞ്ഞു വിടുകയാണ്. ഗുണ്ടു walks to the next seller and looks for a pumpkin. ഗുണ്ടു അപ്പൊ എന്ത് ചെയ്തു? രണ്ടാമത്തെ പംകിൻ വിൽക്കുന്ന ആളുടെ അടുത്തോട്ട് പോയി. എന്നിട്ടോ and looks for a pumpkin of the same size. അതുപോലെ ഒരു വലിയ പംകിൻ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഗുണ്ടു. How much of this pumpkin will I get for ₹10? ഗുണ്ടു ചോദിക്കുകയാണ്. രണ്ടാമത് പംകിൻ വിൽക്കുന്ന ആളോട് ഗുണ്ടു ചോദിക്കുകയാണ്, ഈ ഒരു വലിയ പംകിന് എത്ര രൂപയായി? ഈ ഒരു പംകിൻ 10 രൂപയ്ക്ക് തരാൻ സാധിക്കുമോ? സെക്കൻഡ് പംകിൻ അല്ലെങ്കിൽ 10 രൂപയ്ക്ക് എനിക്ക് എത്ര
ഈ ഒരു വലിയ പംകിന്റെ എത്ര ഭാഗം കിട്ടും എന്ന് കൊണ്ട് ചോദിക്കുകയാണ്. ഹൗ മച്ച് ഓഫ് ദിസ് പംകിൻ വിൽ ഐ ഗെറ്റ് ഫോർ റുപ്പീസ് 10? 10 രൂപയ്ക്ക് ഈ ഒരു വലിയ പംകിന്റെ എത്ര ഭാഗം എനിക്ക് തരും എന്ന് കൊണ്ട് രണ്ടാമത്തെ പംകിൻ വിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ആള് പറയും, സെക്കൻഡ് പംകിൻ സെല്ലർ, ഹാഫ്, 10 രൂപയ്ക്ക് നിനക്ക് ഇതിന്റെ പകുതി ഭാഗം തരാമെന്ന് കുണ്ടുവിനോട് സമ്മതിക്കും. ദിസ് ഫുൾ പംകിൻ വിൽ കോസ്റ്റ് റുപ്പീസ്. അങ്ങനെയെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ആള് പറയാണ് പകുതി പംകിൻ എന്താണ് 10 രൂപയ്ക്ക് കൊടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ടോട്ടൽ ഈ വലിയ പംകിൻ എത്ര രൂപയായിരിക്കും? 10 + 10 അല്ലെ? 10 + 10 അല്ലെങ്കിൽ 20 ആണ്, ₹20, അല്ലെങ്കിൽ 10 × 2. ഒരു ഭാഗത്തിന് 10 രൂപ, രണ്ടാമത്തെ ഭാഗത്തിന് 10 രൂപ ₹20. അവിടെ എഴുതിക്കാൻ ₹20. അപ്പൊ രണ്ടാമത്തെ പംകിൻ സെല്ലറിന്റെ ആ ഒരു വലിയ പംകിന് ₹20 ആണ്. അപ്പൊ കൊണ്ട് ചോദിക്കും, ഓ why not give me 3/4? പകുതി ഭാഗം 10 രൂപയ്ക്ക് തരുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം 10 രൂപയ്ക്ക് തന്നുകൂടാ എന്ന് പിന്നെയും വാദിക്കുകയാണ്. രണ്ടാമത്തെ പംകിൻ സെല്ലറിനോട് പിന്നെയും കൊണ്ട് വാദിക്കുകയാണ്. അപ്പൊ സെക്കൻഡ് പംകിൻ സെല്ലർ പറയും, രണ്ടാമത്തെ ആള് പറയും, റൺ അവേ, ഓടിക്കോ ഇവിടുന്ന്, ഗോ ഗെറ്റ് യുവർ പംകിൻ ഫ്രം ദാറ്റ് മാൻ. നീ ഓടിക്കോ ഇവിടുന്ന്, നിനക്ക് ഇവിടെ പംകിൻ ഒന്നുമില്ല, നീ ഇതേ അവിടെ ഇരിക്കുന്ന മൂന്നാമതിരിക്കുന്ന മനുഷ്യനോട് പോയി പംകിൻ ചോദിച്ചോളൂ. He sells such bad vegetables that he will even give you a full pumpkin of this size for ₹10. മൂന്നാമതിരിക്കുന്ന ആളോട് പോയി ചോദിച്ചോളൂ, എൻ്റെ കയ്യിലൊന്നുമില്ല, അയാൾ അത്യാവശ്യം കൊള്ളാത്ത പച്ചക്കറികളൊക്കെയാണ് വിൽക്കുന്നത്, അതുകൊണ്ട് അയാൾക്ക് ഇത്രയും വലിയൊരു കൊള്ളാത്ത പംകിന് 10 രൂപയ്ക്ക് ഒരു കംപ്ലീറ്റ് വലിയ പംകിൻ നിനക്ക് തരാൻ സാധിക്കും. 10 രൂപയ്ക്ക് ഒരു വലിയ പംകിൻ നിനക്ക് തരാൻ സാധിക്കും. പക്ഷെ നല്ല ക്വാളിറ്റി ഒന്നും കാണത്തില്ല. പക്ഷെ നീ അങ്ങനെ 10 രൂപയ്ക്ക് നിനക്ക് ഒരുപാട് പംകിൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ആ ക്വാളിറ്റി ഒന്നും നോക്കണ്ട, നീ മൂന്നാമതിരിക്കുന്ന ആളെടുത്തോട്ട് പൊക്കോ എന്ന് ഓടിച്ചു വിടുകയാണ്. രണ്ടാമത്തെ ആൾ ഓടിച്ചു വിട്ടു. The greedy Kundu walks to the next pumpkin seller. അത്യാർത്ഥി മൂത്ത് എന്ത് ചെയ്യും? ഈ നമ്മുടെ കുണ്ടു പിന്നെയും മൂന്നാമത്തെ ആളെടുത്തോട്ട് പോവുകയാണ്. He looks at a pumpkin of the same size and asks him. അതുപോലെ വലിയ ബിഗ് പംകിൻ നോക്കിയിട്ട് ഇയാളുടെ കയ്യിൽ, മൂന്നാമതിരിക്കുന്ന ആളുടെ കയ്യിൽ നോക്കി വെച്ചിട്ട് കൊണ്ട് ചോദിക്കുകയാണ്, Will you give me this big one for ₹10? ഈ ഒരു വലിയ പംകിൻ എനിക്ക് 10 രൂപയ്ക്ക് തരുമോ എന്ന് മൂന്നാമത്തെ ആളോട് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയും, തേർഡ് പംകിൻ സെല്ലർ, Why don't you climb the roof of that house? You can get pumpkins free from the plant itself. നിനക്ക് എന്തുകൊണ്ട് അതേ ആ വീടിന് മുകളിലോട്ട് നിൽക്കുന്ന ആ ഒരു പംകിൻ ചെടിയുടെ വള്ളിച്ചെടിയുടെ ആ വീടിന്റെ മുകളിലോട്ട് നിൽപ്പുണ്ട്. ആ റൂഫിന്റെ അവിടെ നിന്ന് ഒരു വലിയ പംകിൻ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ, അത് പോയി നിനക്ക് പറിച്ചെടുത്താൽ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു വീടിന്റെ മുകളിലോട്ട് ഒരു വലിയ ബിഗ് പംകിൻ എന്താണ് വളർന്ന് നിൽക്കുകയാണ്, അവിടെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ ചെടിയിൽ നിന്ന് എന്തുകൊണ്ട് നിനക്ക് ആ വീടിന്റെ മുകളിൽ കയറി എന്തുകൊണ്ട് അത് പറിച്ചെടുത്തുകൂടാ എന്ന് ചോദിക്കുകയാണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ കുണ്ടു ഈസ് വെരി ഹാപ്പി. ഹി ക്ലൈംബ്സ് ദ റൂഫ് ഓഫ് ദാറ്റ് ഹൗസ് ആൻഡ് then വളരെ സന്തോഷമായി. കാരണം 10 രൂപയും ചെലവാക്കേണ്ട, ആ വീടിന്റെ മുകളിൽ കയറേണ്ട ഒരു പാടേ ഉള്ളൂ. അങ്ങനെ വീടിന്റെ മുകളിൽ കയറി കഴിഞ്ഞാലോ ആ ഒരു വലിയ പംകിൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ വളരെ എന്താണ് സന്തോഷത്തോടു കൂടി കൊണ്ടു ആ ഒരു വീടിന്റെ റൂഫിലോട്ട് കയറിയപ്പോ എന്ത് സംഭവിച്ചു കണ്ടോ? ആ ഫിഗർ കണ്ടോ? താഴെ വീണ നടുവിടിച്ച് താഴെ വീണു. അപ്പൊ നമുക്ക് അത്യാർത്ഥി ആപത്താണല്ലേ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒരു കഥ മാത്രമാണ് അല്ലെ. ഇനി അടുത്തത് നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇനി പേജ് നമ്പർ 100 യൂസിങ് എ പ്രൈസ് ലിസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, കുറെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് മിസ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. എല്ലാവരും പേജ് നമ്പർ 101 എടുത്തേ. ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഈ ക്ലാസ്സിൽ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അതുകൊണ്ട് പേജ് നമ്പർ 101 പ്രാക്ടീസ് ടൈം. നമുക്ക് ബാക്കി ഭാഗങ്ങളോട്ട് കിടക്കാം. ഓക്കെ, പേജ് നമ്പർ 101 പ്രാക്ടീസ് ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ടൈമില്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
What part of the whole is colored? Right below each sheet. അപ്പോൾ രണ്ട് ഫിഗേഴ്സ് കണ്ടോ, ആ രണ്ട് ബോക്സുകളിൽ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന്റെ ഫ്രാക്ഷൻ എഴുതാനാണ്. ഏത് ഭാഗം എന്ന് എഴുതാനാണ്. ഇപ്പൊ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ, ആ ഒരു ബോക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും താഴെ വരുന്ന നമ്പർ എന്താണ്, 2 ആണ്. ഡിനോമിനേറ്റർ 2 ആണ്. പിന്നെ അതില് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം മാത്രമാണ് അല്ലെ, ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിന്റെ മാത്രം കളർ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ ഫ്രാക്ഷൻ എന്താണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, 1/2 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു ബോക്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ, 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും താഴെ വരേണ്ട നമ്പർ എന്തായിരിക്കും, 4 ആയിരിക്കണം അല്ലെ. 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 2 ഭാഗം. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ എന്ത് എഴുതാം, 2/4 എന്ന് എഴുതാം. ഈ 2/4 എന്ന് വെച്ചാൽ എന്താണ്, സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്നാണെങ്കിൽ എഴുതാം. ആ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിന്റെ പകുതിയോളം അല്ലെ 2/4 എന്ന് പറഞ്ഞാല്. കാരണം എന്താണ്, 4ന്റെ പകുതിയാണ് 2 അല്ലെ, എന്താണ് മുകളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 2ന്റെ പകുതിയാണ് 1 അല്ലെ. ഇപ്പൊ 2/4 എന്ന് എഴുതിയാലും 1/2 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. പക്ഷെ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും 2/4 എന്ന് എഴുതിയതിനു ശേഷം മാത്രമേ 1/2 എന്ന് പ്രത്യേകം എഴുതാവുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ഒരു ഫിഗറിൽ 1/2 എന്ന് എഴുതിയാലും തെറ്റൊന്നും ഇല്ല. എന്നിരുന്നാലും ആ ഫിഗർ കണ്ടത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, ആ ഫിഗറിന്റെ ആൻസർ 2/4 എന്നാണ്. 1/2 എന്ന് എഴുതിയാലും തെറ്റൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 2/4 എന്ന് എഴുതുക, എന്നിട്ട് = 1/2 എന്നും എഴുതിക്കോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ B. Color the parts of the shape which is written below. താഴെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. ഫ്രാക്ഷനും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ നോക്കി 1/2. ഫസ്റ്റ് കണ്ടോ, ഫസ്റ്റ് ആ ഒരു ഷേപ്പില് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ആ ഒരു ഷേപ്പ് ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ എന്താ, ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും താഴെ 4 വരണം അല്ലെ, താഴെ 4 വരേണ്ടതാണ്. കാരണം 4ആയിട്ടാണ് ആ പടം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി 1/2 എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 1/2 എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ് ഇപ്പൊ പറഞ്ഞ പോലെ പകുതിയാണ്. അപ്പൊ നമുക്കൊരു പകുതി ഞാൻ കളർ ചെയ്ത് കൊടുത്തേക്കാം കണ്ടോ, 1/2. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരിക്കും മോളിൽ വരേണ്ടത്, 2 ആയിരിക്കണം അല്ലെ. കാരണം 4 ഭാഗത്തിൽ 2 ഭാഗം കളർ ചെയ്തപ്പോൾ 2/4 എന്ന ഫ്രാക്ഷൻ ആണ്. അതിന് നമുക്ക് 1/2 എന്നും വിളിക്കാം. ഓക്കെ. ഇനി അടുത്തൊരു സർക്കിൾ ആണ്. സർക്കിളിലെ ആ ഒരു ഇങ്ങനെ മാത്രമേ തന്നിട്ടുള്ളൂ. താഴെ ഒരു ഫ്രാക്ഷൻ 3/4 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായി, ആ സർക്കിളിൽ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് മനസ്സിലാക്കുക. കാരണം എന്താ, താഴത്തെ നമ്പർ 4 ആണ്. അപ്പൊ 4ആയി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലത്തെ നമ്പർ എന്താണ്, 3 ആണ്. അപ്പൊ നമുക്കതിന് 3 ഭാഗം കളർ ചെയ്ത് കൊടുക്കും. ഒരു ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യുക കേട്ടോ. 3/4 കഴിഞ്ഞു. എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ഫിഗറിനെ തുല്യമായി 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ താഴത്തെ ഫ്രാക്ഷൻ, താഴത്തെ ഡിനോമിനേറ്റർ 4 ആണ്, മുകളിലത്തെ ന്യൂമറേറ്റർ 3 ആണ്. ആ ന്യൂമറേറ്റർ കാണുമ്പോൾ നമുക്ക് കളർ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള 3 പാർട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3/4 ആയി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, അടുത്തൊരു ബോക്സ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ബോക്സ് ആണ്. ആ ബോക്സിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. മുകളിൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ക്വാർട്ടർ അല്ലെ. 1/4 ഹാഫിന്റെയും പകുതി ആയതുകൊണ്ട് ക്വാർട്ടർ എന്ന് പറയും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ക്വാർട്ടർ ആൻഡ് ഹാഫ്സ് എന്നല്ലേ, ഹാഫ്സ് ആൻഡ് ക്വാർട്ടേഴ്സ് എന്നല്ലേ.
1/4 ക്വാർട്ടർ എന്ന് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം മുകളിൽ 1 ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കളർ ചെയ്ത് കൊടുത്താൽ മതി. ക്രയോൺസ് തന്നെ യൂസ് ചെയ്ത് കളർ ചെയ്യുക. സ്കെച്ച് പെൻ യൂസ് ചെയ്താൽ ടെക്സ്റ്റിന്റെ അപ്പുറത്ത് ആ പേനയുടെ മഷി പറ്റും. അത് പറ്റാതിരിക്കാനാണ് ഞാൻ ക്രയോൺസോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. 1/4. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. 1 2 3 4 5 6 2 3 4 5 1 2 3 4 5 6. ഓക്കെ, ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അത് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ 1/2 എന്നാണ്. നമുക്കറിയാം ഈ ഒരു നമ്പറിനെ ഈ ഒരു ബോക്സിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 6 ആയിട്ടാണ് അല്ലെ, 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴോ നമുക്ക് തന്നിരിക്കുന്നത് 1/2 എന്നാണ്, ഹാഫ് എന്നാണ്. അപ്പൊ ഹാഫ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹാഫ്. ഇത് മൊത്തം 6 എണ്ണം ഉണ്ട്. അപ്പൊ 3 എണ്ണം, ഹാഫ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം അല്ലെ. 6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 അല്ലേ. ആ ഒരു പകുതിയോളം ഭാഗം കളർ ചെയ്ത് കൊടുക്കുക. ക്രയോൺസ് യൂസ് കളർ ചെയ്യുക. ആ പകുതി എന്ന് പറഞ്ഞാൽ 3 സെഗ്മെന്റ്സ് ആണ് അല്ലെ. ഇവിടെ 3/6നെയാണ് 1/2 എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ 3 അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് 6ന്റെ എന്താണ് പകുതിയാണ് അല്ലെ. അല്ലെങ്കിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ എന്താണ് വ്യത്യാസം? 6 എന്ന നമ്പർ എന്താണ്? 3 എന്ന നമ്പറിന്റെ ഇരട്ടിയാണ് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ 1/2ന്റെ കേസിലും അല്ലെ, 1 എന്ന നമ്പർ 2ന്റെ ഇരട്ടി, 2ന്റെ പകുതിയാണ്. അല്ലെങ്കിൽ 2 എന്ന നമ്പർ 1ന്റെ എന്താണ് ഇരട്ടിയാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും പറയാം അല്ലെ. അപ്പൊ 3/6 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഈ ഫിഗറിൽ ഈക്വൽ ആണ്. പക്ഷെ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുക 1/2 = 3/6 എന്നാണ്. നമുക്ക് ഈ ഫിഗറിൽ ഓൾറെഡി നമുക്കറിയാം 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അറിയാം. അതിന് പകുതി ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതങ്ങ് ചെയ്താൽ മതി. ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രാക്ഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. 3/6 നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അതേ ഇതിന്റെ ഒരു വഴി. ഹാഫ്. ഇനി 4/8 എന്ന് പറഞ്ഞാലും 3/6 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാലും ഇനിയോ ഇതെന്താണ് 6/12 എന്നൊക്കെ പറഞ്ഞാലും എല്ലാം 1/2 തന്നെ. കാരണം ഓരോ നമ്പേഴ്സും അതാത് നമ്പേഴ്സിന്റെ ഇരട്ടിയാണ് താഴെയും മുകളിലുമായിട്ട് വന്നിരുന്നത്. അപ്പൊ അതെല്ലാം 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 3/6 എന്ന് വരാം, 4/8 എന്ന് വരാം, 6/12 എന്ന് വരാം, അല്ലെങ്കിൽ 7/14 എന്ന് വരാം, അല്ലെങ്കിൽ 8/16 എന്ന് വരാം അല്ലെ. ഇതെല്ലാം ഇങ്ങനെയൊക്കെ വന്നാലും 1/2 തന്നെയാണ് വരേണ്ടത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇത് ഏതാണ്, ഇത് ഏത് ഫ്രാക്ഷൻ ആണ് വരേണ്ടതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി താഴെ 6 ആണെന്ന് മനസ്സിലായി. അപ്പൊ മുകളിൽ സ്വാഭാവികമായിട്ടും 6ന്റെ പകുതി 3 ആയിരിക്കും അല്ലെ, 3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബോക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. 3/4 എന്ന ഫ്രാക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം താഴത്തെ നമ്പർ ഡിനോമിനേറ്റർ വെച്ച് നമുക്കറിയാം 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ന്യൂമറേറ്ററിൽ 3 ആണ്. അപ്പോൾ 3 നമുക്ക് ഇഷ്ടമുള്ള 3 ഭാഗങ്ങൾ ക്രയോൺസോ കളർ പെൻസിലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ആണോ? ഇപ്പൊ ഒരു ഫ്രാക്ഷൻ തന്നാൽ, ഒരു ഫിഗർ തന്നാൽ അതിനെ കളർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു കളർ ചെയ്ത ഒരു ഫിഗർ തന്നാൽ അതിന്റെ ഫ്രാക്ഷൻ ഏതാനും എല്ലാവരും പഠിച്ചോ? എളുപ്പമല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിന്റെ ഈ ക്ലാസ് റിമൈൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ ആക്ടിവിറ്റീസ്, ഈ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.